അമ്മേ, എന്നാ വരട്ടെ. അമ്മേ, അമ്മേ, അമ്മേ വിനയ, അമ്മ മിണ്ടുന്നില്ല. എനിക്ക് പേടിയാവുന്നു. തല ചുറ്റിയതാ, അല്പ കഴിയുമ്പോ ശരിയായിക്കോളും. ഈശ്വര, അച്ഛൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു ഡോക്ടർ, ഞാൻ ടാക്സി സ്റ്റാൻഡിൽ ഭാഗ്യം. ഡോക്ടർ ആശുപത്രി പോണ വഴിക്ക് ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. കുറച്ചേരം ഉറങ്ങട്ടെ. ഒരു ഫുൾ ചെക്കപ്പ് വേണ്ടി വരും. ഉണരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഉണ്ടാ ഡോക്ടർ? ഞാൻ എടുത്തോളാം. ചേട്ടൻ കൂടെ ആശുപത്രി വെച്ചില്ലേ? വേണ്ട ഏർപ്പാട് വെച്ച്. അച്ഛാ, അച്ഛാ, മോനെ സാരമില്ല, സരസൂന് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛൻ എന്തിനാ ചാടത്തുള്ളി ഇങ്ങോട്ട് പോകുന്നത്? അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. നാട്ടുകാരും വീട്ടുകാരും എല്ലാവർക്കും എന്റെ സമാധാനം കളയണമെന്നല്ലേ ഉള്ളൂ. എന്ത് സമാധാനമാണ് നിനക്ക് വേണ്ടത്? അച്ഛനെ ശ്വാസം മുട്ടിച്ച് കൊല്ലണോ? കൊന്ന ഈ വീട്ടിനകത്ത് നീ കുഴിച്ചു മൂടുമോ? മതി, ഈ കളി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ജയിലെങ്കിൽ ജയിലും, ഇതിലും ഭേദാതാ. അത് ഏട്ടൻ മാത്രം തീരുമാനിച്ചാ പോരാ, എനിക്ക് എന്റെ നിലനിൽപ്പ് കൂടി നോക്കണം. നിലനിൽപ്പോ? നിന്റെ മഹത്വം കൊണ്ട് കിട്ടിയെന്ന് നീ കരുതുന്ന ജോലിയാണോടാ നിലനിൽപ്പ്? നിനക്ക് ഞാൻ തന്ന ദാനമാണത്. ഇവനത് കിട്ടിയാലേ കുടുംബരക്ഷണമെന്ന് ഞാൻ കരുതി. ജീവിതത്തിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തവനാ ഞാൻ. ഒരു ശരിയെങ്കിലും ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് അവർ എനിക്ക് വെച്ച് നീട്ടിയ ജോലി നിനക്ക് തരാൻ ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതൊന്ന് എന്റെ കയ്യിലായിരുന്നെങ്കിൽ നമ്മുടെ അച്ഛൻ ഈ ഗതി വരില്ലായിരുന്നു. അമ്മ തളർന്ന് വീടില്ലായിരുന്നു. നിന്റെ ന്യായങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത് നേരെ. പക്ഷെ അതിന്റെ പേരിൽ അച്ഛനെ ശിക്ഷിക്കാൻ ഇനി ഞാൻ അനുഭവിക്കില്ല. നിർത്ത്! എന്റെ പേരും പറഞ്ഞ് ആരോട് ശബ്ദിച്ചു പോരുത്. ഇത് എന്റെ വീടാണ്, കൃഷ്ണക്കുറുപ്പിന്റെ വീട്. ഇതിനകത്ത് കൃഷ്ണക്കുറുപ്പിന് മക്കളുണ്ടായിരുന്നു. ആ മക്കളെ സ്നേഹിച്ചിരുന്ന ഒരു കാലവും. കുഞ്ഞുനാളെ ഞങ്ങൾ തല്ലി ഓടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ദേഹം മുറിഞ്ഞിരുന്നില്ല. ഇന്നാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരാളെ കൊല്ലും. അച്ഛാ, ഞാൻ നിങ്ങൾക്ക് അച്ഛനല്ല, ശവമാണ്. ദഹിപ്പിക്കാൻ കഴിയാത്ത ശവം. ഇതിനകത്തൊരു ഇരുട്ട് മുറിയില് ഞാൻ ഒതുങ്ങിക്കൂടിയത് നിന്നെ പേടിച്ചിട്ടല്ലടാ മോനെ, എന്റെ മക്കളെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാ. പക്ഷെ അച്ഛന് തെറ്റുപറ്റി. എന്റെ മരണം അനുഗ്രഹമായെന്ന അർത്ഥത്തിൽ സംസാരിച്ച നിമിഷമില്ലേ, അന്ന് മുതല് ഞാൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു കഴിഞ്ഞു. ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ മക്കള്, ലാളിച്ചു വളർത്തിയ മക്കള്, അച്ഛനെ ഓർത്ത് ഒരുപാട് മനസ്സുരുകിയല്ലേ. നന്ദി. നിനക്ക് ഇൻഷുറൻസിന്റെ പണം വേണമല്ലേ? കിട്ടും. പക്ഷെ നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛന്റെ ദാഹം നീ തന്ന 2 ബക്കറ്റ് വെള്ളം കുടിച്ചിട്ട് മാറിയില്ലല്ലോ മോളെ. നീ വിഷമിക്കണ്ടടാ. നിനക്ക് നിന്റെ ജോലി തുടരാം, വിവാഹം കഴിക്കാം. അച്ഛൻ ഒന്നിനും തടസ്സമാവില്ല. മക്കളോട് ഒരു ഉപദേശം മാത്രം. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കരുത്. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കരുതിയില്ല. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഒരു നല്ല ജോലി ഞാൻ ആഗ്രഹിച്ചു പോയി. എനിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. ചെയ്ത തെറ്റിന് അച്ഛൻ തരുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. എന്നെ ശാപിക്കരുത്.
തൃപ്തിയായി. ഏതോ ഒരു ശക്തി നിന്നെ കൊണ്ട് ഇത് പറയിച്ചല്ലോ, അത് മതി. ഇനി ആർക്കും ഉപദ്രവം ഇല്ലാതെ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അച്ഛൻ കഴിഞ്ഞോളാം. നീ വിഷമിക്കണ്ട. എന്നെ തനിച്ചാക്കിയിട്ട് പോവാ? എവിടേക്കാണെങ്കിലും ഞാനും ഉണ്ട്.